ശ്ലീഹന്മാരിൽ ഒന്നു നിറഞ്ഞപ്പോൾ മറിയത്തിൽ വന്നു നിറഞ്ഞതുപോൽ ഏലിയായിപ്പോ എലീശയിപ്പോ കൃപയാൽ നിറയാൻ മരമഴ ചൊരിയൂ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് ആരാണെന്നും പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികൾ എന്തൊക്കെയാണെന്നും പരിശുദ്ധാത്മാവിൻ്റെ പ്രതീകങ്ങൾ ഏവയൊക്കെയാണെന്നും നമ്മൾ ചെറിയ ധ്യാനചിന്തയിലൂടെ മനസ്സിലാക്കി. ഭൂമി രൂപപ്പെടുന്ന സമയത്ത് പൂർണ്ണമായ അന്ധകാരം ആയിരുന്ന അവസ്ഥയിലും വെള്ളത്തിനു മീതെ ചലിച്ചുകൊണ്ടിരുന്ന ചൈതന്യമായ പരിശുദ്ധാത്മാവ്, ഉൽപ്പത്തിയുടെ പുസ്തകം 1-ാം അധ്യായം 2-ാം വാക്യത്തിൽ പറയുന്ന പരിശുദ്ധാത്മാവ്, വെളിപാട് പുസ്തകം 22-ാം അധ്യായം 5-ാം വാക്യത്തിൽ പറയുന്ന യുഗാന്ത്യത്തിൽ അന്ധകാരമോ അന്ധകാരത്തിൻ്റെ പ്രവൃത്തികളോ ഇല്ലാത്ത അവസ്ഥയിൽ നിത്യമായി പ്രകാശം തരുന്ന പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ പ്രകാശിക്കുന്നതിന് തടസ്സമായിരിക്കുന്നത്, എല്ലാ പാപങ്ങളുടെയും അടിസ്ഥാന കാരണമായിരിക്കുന്നത് നമ്മിലുള്ള മൂലപാപങ്ങളാണ്. തുടർന്നുള്ള ദിവസങ്ങളിൽ നമ്മൾ മൂലപാപങ്ങൾ ഏവയൊക്കെയെന്നും അവയെക്കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കി അവയെ വെറുത്തുപേക്ഷിച്ച് നമ്മുടെ ഹൃദയത്തിന് പരിശുദ്ധാത്മാവിന് ഇടം കൊടുക്കുന്നതിനെപ്പറ്റി നമുക്ക് ധ്യാനിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ നമ്മിലുള്ള മൂലപാപങ്ങളെയും തലമുറകളിലൂടെ അവ കടന്നു വന്ന വേരുകളെയും എടുത്തു മാറ്റുന്നതിന് നമ്മെ സഹായിക്കുന്ന ഒന്നാണ് അനുതാപ സങ്കീർത്തനം. സങ്കീർത്തനം 51 കൂടെ ദിവസത്തിൽ ചുരുങ്ങിയത് 3 പ്രാവശ്യമെങ്കിലും ധ്യാനാത്മകമായി നല്ലതാണ്. ഇങ്ങനെ ചൊല്ലുന്നത് വഴി നമ്മിലുള്ള മൂലപാപങ്ങളെ വെളിപ്പെട്ട് കിട്ടുവാനും നല്ലൊരു കുമ്പസാരം നടത്തുവാനും പരിശുദ്ധാത്മാവിന് നമ്മളെ സഹായിക്കുവാൻ കഴിയും. നാം ഇപ്പോൾ ധ്യാനിക്കാൻ പോകുന്നത് മൂലപാപങ്ങളിലെ ഒന്നാമത്തേതായ അഹങ്കാരത്തിനെ പറ്റിയാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 16 മുതൽ 19 വരെയുള്ള ഭാഗത്ത് ഇപ്രകാരം കാണുന്നു: നിങ്ങളെ തന്നെ കഴുകി വൃത്തിയാക്കുവിൻ, നിങ്ങളുടെ ദുഷ്കർമ്മങ്ങൾ എൻ്റെ സന്നിധിയിൽ നിന്ന് നീക്കിക്കളയുവിൻ, നിങ്ങളുടെ അകൃത്യങ്ങൾ അവസാനിപ്പിക്കുവിൻ, നന്മ പ്രവർത്തിക്കുവാൻ ശീലിക്കുവിൻ, നീതി അന്വേഷിക്കുവിൻ, മർദ്ദനം അവസാനിപ്പിക്കുവിൻ, അനാഥരോട് നീതി ചെയ്യുവിൻ, വിധവകൾക്കു വേണ്ടി വാദിക്കുവിൻ. കർത്താവ് അരുളി ചെയ്യുന്നു, വരുവിൻ, നമുക്ക് രമ്യപ്പെടാം. നിങ്ങളുടെ പാപങ്ങൾ കടും ചുമപ്പാണെങ്കിലും അവ മഞ്ഞുപോലെ വെണ്മയുള്ളതായിത്തീരും, അവ രക്തവർണ്ണമെങ്കിലും കമ്പിളി പോലെ വെളുക്കും. അനുസരിക്കുവാൻ സന്നദ്ധരെങ്കിൽ നിങ്ങൾ ഐശ്വര്യം കാണും. പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവ് നമ്മിൽ വന്ന് നിറയുവാനുള്ള വലിയൊരു തടസ്സമാണ് അഹങ്കാരവും സ്വയം ഉയർത്തുകയും ചെയ്യുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ കൃപയെ അനുസ്യൂതം ലഭിക്കുവാൻ ഒരു വ്യക്തിയിൽ ഏറ്റവും ആവശ്യമായിട്ടുള്ളത് എളിമയാണ് എന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നു. എളിമയിലൂടെയും ശൂന്യവൽക്കരണത്തിലൂടെയും മാത്രമേ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ഒരു വ്യക്തിക്ക് സാധിക്കുകയുള്ളൂ. ആത്മാക്കളെ നേടാനും വിശുദ്ധിയുടെ വിജയകിരീടം ചൂടാനും ഏറ്റവും ആവശ്യമായ പുണ്യം എന്ന് പറയുന്നത് എളിമ തന്നെയാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ പഴയ നിയമം മുതൽ വെളിപാട് വരെയുള്ള ഭാഗത്ത് കടന്നു പോകുമ്പോൾ തന്നെ താഴ്ത്തി ദൈവത്തിൻ്റെ സ്വരം കേട്ട് ദൈവം പറയുന്നത് കേട്ട് ജീവിച്ച മനുഷ്യരുടെ ജീവിതത്തിൽ ദൈവം ചൊരിഞ്ഞ കൃപകളെ നമ്മൾ വചനത്തിലൂടെ കടന്നു പോകുമ്പോൾ കാണുവാൻ കഴിയും. പഴയ നിയമത്തിൽ നോഹയുടെ കാലത്തും അബ്രാഹത്തിൻ്റെ കാലത്തും അതുപോലെ തന്നെ അബ്രാഹത്തിൻ്റെ മക്കളായ ഇസ്രായേൽ ജനത്തോടുമൊക്കെ ദൈവം എത്രത്തോളം കരുണ കാണിച്ചതൊക്കെ നമ്മൾ കാണുവാൻ കഴിയും. അഹങ്കാരത്തോടെ അവർ പ്രവർത്തിച്ചപ്പോൾ ദൈവത്തിൻ്റെ കൃപ അവരിൽ നിന്ന് അകന്നു പോയതും, പാപം ചെയ്തപ്പോൾ ദൈവം അവരെ അടിമത്തത്തിലേക്ക് വിട്ടുകൊടുത്തതൊക്കെ നമ്മൾ വചനത്തിലൂടെ കടന്നു പോകുമ്പോൾ കാണാൻ കഴിയും. ഈ കാലഘട്ടത്തിൽ തന്നെയായിരുന്നു പ്രവാചകന്മാരെയും രാജാക്കന്മാരെയും ഒക്കെ ദൈവം ഉയർത്തിക്കൊണ്ടുവന്നത്. അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പുതിയ നിയമത്തിൽ പരിശുദ്ധ അമ്മയിലും ശ്ലീഹന്മാരിലും ഒക്കെ പരിശുദ്ധാത്മാവ് വന്ന് നിറയാനുള്ള പ്രധാനപ്പെട്ട കാരണം അവരുടെ ജീവിതത്തിലെ താൻ സ്വയം ഒന്നുമല്ല, ദൈവമാണ് എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും നേടിത്തന്നിട്ടുള്ളത് എന്നൊരു ചിന്തയോടുകൂടി എളിമയോടുകൂടി ദൈവം പറയുന്നത് കേട്ട് ജീവിച്ചതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് ഈ കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവ് കൂടുതൽ നമ്മിൽ നിറയുവാനായിട്ട് എളിമ എന്ന പുണ്യം അഭ്യസിക്കാം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 46 മുതൽ 56 വരെയുള്ള ഭാഗത്ത് ഇപ്രകാരം പറയുന്നു: മറിയം പറഞ്ഞു, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു,
അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രവർത്തിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. അവിടുന്ന് തൻ്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു. ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു. ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു. ഇളയവരെ ഉയർത്തി വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി. സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു. തൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തൻ്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. നമ്മുടെ പിതാക്കന്മാരായ അബ്രാഹത്തോടും അവൻ്റെ സന്തതികളോടുമായി എന്നേക്കും ചെയ്ത വാഗ്ദാനം അനുസരിച്ച് തന്നെ. മറിയം അവളോടുകൂടെ 3 മാസം താമസിച്ച് പിന്നെ വീട്ടിലേക്ക് മടങ്ങി. പ്രിയമുള്ളവരെ, ഈ വചനഭാഗങ്ങളിൽ പ്രത്യേകമായിട്ട് എങ്ങനെയാണ് എളിമയോടുകൂടി ജീവിക്കുന്ന വ്യക്തികളുടെ മേൽ ദൈവത്തിൻ്റെ കൃപ നിറയുന്നതും പരിശുദ്ധാത്മാവ് അവരിൽ പ്രവർത്തിക്കുന്നതുമൊക്കെ കാണാൻ കഴിയും. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 46 മുതൽ 56 വരെയുള്ള ഭാഗത്ത് മറിയത്തിന് സ്തോത്രഗീതം കൂടെ ചൊല്ലി അമ്മയുടെ മധ്യസ്ഥം തേടുന്നത് നമ്മിലുള്ള അഹങ്കാരത്തെ കണ്ടുപിടിക്കുവാനും തകർക്കുവാനും ഏറെ ഫലപ്രദമാണ്. പ്രത്യേകമായിട്ട് അഹങ്കാരമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ വചനം ധ്യാനിക്കുമ്പോൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ പറയുന്ന കൂടുതൽ വചനഭാഗങ്ങൾ ഇവയൊക്കെയാണ്. പ്രധാനമായി പ്രഭാഷകന്റെ പുസ്തകം 10-ാം അധ്യായം 12 മുതൽ 18 വരെയുള്ള ഭാഗം. അവിടെ ഇപ്രകാരം പറയുന്നു: അഹങ്കാരം തുടങ്ങുമ്പോൾ കർത്താവിൽ നിന്ന് അകലുന്നു. ഹൃദയം അവൻ്റെ സൃഷ്ടാവിനെ പരിത്യജിച്ചിരിക്കുന്നു. അഹങ്കാരത്തോടൊപ്പം പാപവും മുളയെടുക്കുന്നു. അതിനോട് ഒട്ടി നിൽക്കുന്നവൻ മ്ലേച്ഛത വമിക്കുന്നു. അതിനാൽ കർത്താവ് അപൂർവമായ പീഡകൾ അയച്ച് അവനെ നശിപ്പിക്കുന്നു. കർത്താവ് പ്രബലന്മാരെ സിംഹാസനത്തിൽ താഴെയിറക്കി വിനീതരെ ഉയർത്തുന്നു. അവിടുന്ന് അഹംഭാവികളെ പിഴുതെറിഞ്ഞ് വിനീതരെ നട്ടുപിടിപ്പിക്കുന്നു. കർത്താവ് ജനതകളുടെ രാജ്യങ്ങൾ സമൂലം നശിപ്പിക്കുന്നു. അവിടുന്ന് അഹങ്കാരികളുടെ അടയാളം പോലും തുടച്ചു മാറ്റുന്നു. അവരുടെ സ്മരണ ഭൂമിയിൽ നിന്ന് മായ്ച്ചു കളയുന്നു. മനുഷ്യൻ്റെ അഹങ്കാരവും ക്രോധവും സൃഷ്ടാവിൽ നിന്നല്ല. വീണ്ടും യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനം 4-ാം അധ്യായം 6-ാം വാക്യം: അവിടുന്ന് കൃപാവരം ചൊരിയുന്നു. അതുകൊണ്ട് ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ദൈവം അഹങ്കാരികളെ എതിർക്കുകയും എളിമയുള്ളവർക്ക് കൃപ കൊടുക്കുകയും ചെയ്യുന്നു. വീണ്ടും ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 3-ാം വാക്യം: മത്സര്യമോ വ്യർത്ഥ അഭിമാനം മൂലമോ നിങ്ങളൊന്നും ചെയ്യരുത്. മറിച്ച് ഓരോരുത്തരും താഴ്മയോടെ മറ്റുള്ളവരെ തങ്ങളെക്കാൾ ശ്രേഷ്ഠരായി കരുതണം. ലൂക്കായുടെ സുവിശേഷം 14-ാം അധ്യായം 11-ാം വാക്യം: തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. ഈ വചനഭാഗങ്ങളിലെല്ലാം പ്രധാനമായിട്ട് നമ്മൾ കാണാൻ പറ്റുന്നത് ദൈവം ഏറ്റവും വെറുക്കപ്പെടുന്ന ഒരു പാപമാണ് അഹങ്കാരം. ഞാനും നിങ്ങളൊക്കെ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും കഴിവുകളോ എന്തെങ്കിലും മേന്മയോ എന്തെങ്കിലും ആരോഗ്യമോ ഒക്കെ കാണുമ്പോൾ, അല്ലെങ്കിൽ സമ്പത്തുകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുമ്പോൾ പലപ്പോഴും ഞാനും നിങ്ങളൊക്കെ അറിയാതെ പറഞ്ഞു പോകുന്നതാണ്: എൻ്റെ കഴിവ് കൊണ്ടാണ്, എൻ്റെ മേന്മ കൊണ്ടാണ് ഇവയെല്ലാം നേടിത്തന്നത്, അല്ലെങ്കിൽ എനിക്ക് നല്ല വിദ്യാഭ്യാസം ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഞാൻ നല്ല ഉയർച്ചയിൽ എത്തിച്ചേർന്നതെന്ന്, അല്ലെങ്കിൽ എൻ്റെ ബുദ്ധിയും എൻ്റെ കഴിവും കൊണ്ടാണ് ഞാൻ ഇവ നേടിയെന്ന്. പക്ഷേ ദൈവം പറയുന്നത്, നിനക്ക് ബുദ്ധിയും കഴിവും നിൻ്റെ ആരോഗ്യവും ഒന്നും നിനക്കില്ലായിരുന്നെങ്കിൽ ഇവയെല്ലാം നിനക്ക് തന്നത് ഞാൻ തന്നെയല്ലേ. അപ്പോൾ നാം ചിന്തിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഏറ്റവും പ്രധാനമായി ഇതെല്ലാം ദൈവം നമുക്ക് നൽകിയ ദാനമാണ്. നമ്മുടെ കഴിവുകളും നമ്മുടെ ആരോഗ്യവും നമ്മുടെ ബുദ്ധിയും നമുക്ക് എന്തെല്ലാം ഉണ്ടോ അവയെല്ലാം ദൈവം ദാനമായി നൽകുക. നാം ഈ ഭൂമിയിൽ നിന്ന് ജീവിതത്തിൻ്റെ അന്ത്യത്തിൽ കടന്നു പോകുമ്പോൾ നമ്മളെല്ലാം ഇവിടെ ഉപേക്ഷിച്ചിട്ടാണ് പോകുന്നത്. ഒന്നും നമ്മൾ കൊണ്ടുപോകാറില്ല. മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദാനമായി ലഭിച്ചിട്ടുള്ള ഇതെല്ലാം അഹങ്കാരത്തോടെ, എൻ്റേതെന്ന ഭാവത്തോടെ, ഞാൻ എന്ന ഭാവത്തോടെ വർത്തിക്കുമ്പോൾ ദൈവം അഹങ്കാരികളെ വെറുക്കുന്നു. നമ്മുടെ സ്മരണ ഭൂമിയിൽ നിന്ന് മായ്ച്ചു കളയത്തക്ക രീതിയിലുള്ള ജീവിതമായിട്ട് അവസാനം അന്ത്യത്തിൽ കലാശിക്കാതിരിക്കാൻ നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. വിശുദ്ധരുടെ എല്ലാം ജീവിതത്തിൽ പ്രത്യേകമായിട്ട് കണ്ടുവന്നിരുന്ന ഒരു പുണ്യമായിരുന്നു എളിമ. അവരുടെയൊക്കെ ജീവിതത്തിൽ അവസാനം നാം ജീവിക്കുന്ന ഈ കാലഘട്ടത്തിലും അവരെയെല്ലാം വിശുദ്ധരായിട്ട് പരിഗണിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം അവരുടെ ജീവിതത്തിൽ പുണ്യമായ എളിമയാണ്. ഈ എളിമ കാരണമാണ് അനേകരുടെ ജീവിതത്തിൽ വെളിച്ചമായിട്ട് അവർ പ്രവേശിപ്പിക്കുന്നത്.
നമുക്കും പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവായ ദൈവമേ, അങ്ങ് എന്നിൽ വന്ന് നിറയുന്നതിന് തടസ്സമായി എന്നിലുള്ള അഹങ്കാരത്തിൻ്റെ എല്ലാ മേഖലകളെയും എനിക്ക് വെളിപ്പെടുത്തി തരികയും ആ മേഖലകളിലെല്ലാം സുഹൃതങ്ങളുടെ രാജ്ഞിയായ അഗാധമായ എളിമ കൊണ്ട് നിറയ്ക്കുകയും ചെയ്യണമേ. ഓ പരിശുദ്ധാത്മാവേ, എന്നിലുള്ള ആത്മീയ അഹങ്കാരം, സ്വന്തം നേട്ടത്തിലും കഴിവിലുമുള്ള അഹങ്കാരം, സമ്പത്തിലുള്ള അഹങ്കാരം, സൗന്ദര്യം, അമിതമായ ആത്മവിശ്വാസം, സ്വയം ഉയർത്തൽ, സ്വാർത്ഥത മുതലായ എനിക്കറിയാവുന്നതും അറിഞ്ഞുകൂടാത്തതുമായ എന്നിലുള്ള അഹങ്കാരത്തിൻ്റെ എല്ലാ മേഖലകളും എനിക്ക് വെളിപ്പെടുത്തി തരികയും ഈശോയുടെ പരിശുദ്ധമായ തിരുരക്തം കൊണ്ട് എന്നിലുള്ള അഹങ്കാരത്തിൻ്റെ എല്ലാ മേഖലകളെയും നിരന്തരം കഴുകി വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ. പരിശുദ്ധ അമ്മേ, മാർ യോസേപ്പ് പിതാവേ, വിശുദ്ധ അൽഫോൻസാമേ, എനിക്ക് വേണ്ടി എന്നിലുള്ള അഹങ്കാരം മാറി എളിമയെന്ന പുണ്യം ലഭിക്കുവാൻ വേണ്ട കൃപയ്ക്കായിട്ട് നിരന്തരം മധ്യസ്ഥം വഹിക്കണമേ. ആമേൻ. സ്നേഹന്മാരിൽ ഒന്നു നിറഞ്ഞപ്പോൾ മറിയത്തിൽ വന്നു നിറഞ്ഞതുപോൽ ഏലിയായിപ്പോ എലീശയിപ്പോ കൃപയാ നിറയാ